എന്തെങ്കിലും തെളിവുണ്ടോ? അത് രാഹുൽ ആലോചിക്കും, ഞാനല്ലല്ലോ. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, അവകാശമാണ്. അത് ചെയ്യുമോ ഇല്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഒരു സംശയമില്ല, മാധ്യമങ്ങൾ ആഘോഷിച്ച് ഈ കോൺഗ്രസിനെ പ്രതികൂട്ടിലാക്കാൻ നടത്തിയ ഒരുപാട് നാടകങ്ങൾ പൊളിഞ്ഞിരിക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇതേ സമയം മുകേഷിനെ കുറിച്ച് വന്ന കേസ് എന്താ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം പറയാനുള്ളത്? മുകേഷ് നിയമസഭയിൽ ഇരിക്കണ്ടല്ലോ. ഇതിനു മുമ്പേ മുൻ MLA പാലക്കാട് ആരാ സംരക്ഷിക്കുന്നത്? പാർട്ടിയല്ലേ സംരക്ഷിക്കുന്നത്. BJP നേതാക്കന്മാർ സ്ത്രീപീഡന കേസിൽ പ്രതിയായപ്പോൾ അവരെ സംരക്ഷിക്കുന്നത് ആ പാർട്ടിയുടെ സമുന്നത നേതാക്കളല്ലേ. അതൊക്കെ നിങ്ങൾ കണ്ണടയ്ക്കുന്നു, ഇരുട്ടാക്കുന്നു. നിങ്ങൾ പറഞ്ഞോ? അത് ആരാരോപിച്ചു? നിങ്ങൾ കൈരളി ചാനൽ? എന്റെ അറിയില്ല. ശബ്ദ സന്ദേശം നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതില് നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, റിപ്പോർട്ടർ ചാനലും കൈരളി ചാനലും ഫോറൻസിക് പരിശോധന നടത്തിയോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിയമവ്യവസ്ഥയല്ല. നിങ്ങൾ ജനാധിപത്യ രാജ്യത്ത് ഞങ്ങൾ അനുവദിക്കുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾക്ക് സ്പേസ് ഉണ്ട്, നിങ്ങൾ 4ാം തൂണാണ്. എല്ലാ തെറ്റിദ്ധാരണകളും നിങ്ങൾ മാറ്റേണ്ട ആൾക്കാർ. നിങ്ങൾ തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത് ശരിയാണ്. എന്റെ നിലപാടല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ചാനല് ഒരുപാട് പീഡനങ്ങൾ നടന്നല്ലോ. നിങ്ങളെന്ത് നടപടിയെടുത്ത്? ആരെടുത്തു? എവിടെ എടുത്തു? ഞാൻ എല്ലാ ചാനലിന്റെ പേരിനെ പറയണോ? നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ പരാതി ഉയർന്നില്ലേ? നിങ്ങൾ എന്ത് നടപടി എടുത്ത്? എന്താ ആ മാധ്യമത്തിന്റെ ഉടമസ്ഥൻ പറയുന്നത് കേട്ടാൽ ലജ്ജ തോന്നും. എന്താ? ആദ്യം തന്നെ വലിയൊരു കയ്യടിയാണ്. ഈ കയ്യടി എന്തിനാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാപ്രകളെ ചവിട്ടിക്കൂട്ടി മൂലക്കിരുത്തിയതിന്, ഇങ്ങോട്ട് കുരക്കാൻ വന്ന പട്ടിയെ വടിയെടുത്ത് അടിച്ചോടിച്ചതിന് ശ്രീകണ്ഠൻ ഇരിക്കട്ടെ ആദ്യം ഒരു അഭിനന്ദനം. അതിനുവേണ്ടിയാണ് ആദ്യം തന്നെ കൈയടിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തരുത്, പാലക്കാട് എത്തിയാൽ തടയും, പാലക്കാട് രാഹുൽ ഇറങ്ങരുത്, ഇതൊക്കെ ഇവിടുത്തെ BJPയുടെയും CPMന്റെയും ആവശ്യമാണെങ്കിൽ ആ ആവശ്യങ്ങൾ ഏറ്റുപിടിക്കുന്നത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോ പാലക്കാട്ട് ശ്രീകണ്ഠനെ കണ്ടപ്പോൾ ഇവർക്ക് അങ്ങ് ചൊറിഞ്ഞതാ മാധ്യമ പ്രവർത്തകർക്ക്. ഇവർക്ക് ശ്രീകണ്ഠൻ ആരാണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പാലക്കാട്ട് ശ്രീകണ്ഠൻ ആരാണെന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. അടിച്ച് മൂലക്കിരുത്തി തക്കതായ മറുപടി, എല്ലാത്തിനും തക്കതായ മറുപടി. മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ. എന്താ ആ കാര്യത്തിൽ എന്താ ഒരു സംശയം? ഒരു സംശയവുമില്ല. മാധ്യമങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആഘോഷിക്കുകയായിരുന്നു. അയാളെ നിങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. നിങ്ങളെ വ്യൂവർഷിപ്പിന്റെ അടിസ്ഥാന ഘടകം രാഹുൽ മാങ്കൂട്ടമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ആഘോഷിക്കുകയായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ ആവശ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തരുത്, പോയി പണി നോക്കണോ, അങ്ങനെ മാറി നിൽക്കടാ അവിടെ നിന്ന്. നിങ്ങൾ ആരാ ഇതൊക്കെ തീരുമാനിക്കാൻ? നിങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പുകമറകളും ഈ വിവാദങ്ങളും കോലാഹലങ്ങളും ചർച്ചകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഉണ്ടാക്കിയെടുത്ത പുകമറകളിൽ നിന്ന് ജനങ്ങൾക്ക് പലതും ബോധ്യമായിട്ടുണ്ട്. അടിച്ച് അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്. ആര്? VK ശ്രീകണ്ഠൻ. കളി ഇനി VK ശ്രീകണ്ഠന്റെ മുന്നിൽ പോകാൻ ഇവരൊന്ന് ഭയപ്പെടും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര പേരാണ്? 24, റിപ്പോർട്ടർ, കൈരളി, ഏഷ്യാനെറ്റ്, മനോരമ ന്യൂസ്, മീഡിയ 1, ന്യൂസ് 27 മലയാളം ന്യൂസ് മലയാളം, അതുപോലെ തുടങ്ങി ജനം TV, അങ്ങനെ തുടങ്ങി ഉള്ളതും ഇല്ലാത്തതുമായി എത്ര എണ്ണ. എല്ലാത്തിനെയും ഒരാൾ ഒറ്റക്ക് നേരിട്ട് ആണൊരുത്തൻ ചങ്കു പിരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കാര്യം. രാഹുൽ നാളെ പാലക്കാട്ട് വരും. പിന്നെ പാലക്കാടിന്റെ മക്കൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പാലക്കാട്ടെ ജനം കാണും, അയാളോട് സംസാരിക്കും, അയാളെ സംരക്ഷിക്കും. ശ്രീകണ്ഠൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പാലക്കാട്ടെ ജനം വോട്ട് ചെയ്ത് ജനം രാഹുലിനെ സംരക്ഷിക്കും. ആരാ വോട്ട് ചെയ്തത്? കോൺഗ്രസ്സുകാര്, പാലക്കാട്ടുകാര് വോട്ട് ചെയ്തില്ലേ? ഇവര് സംരക്ഷിക്കും. ആർക്കാ തടയാൻ കഴിയാ? ഒരാളെ കൊണ്ട് തടയാൻ കഴിയില്ല. ഇനി നിങ്ങൾ ഒന്നുകൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോ.
എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നറിയാമോ? നാളെ രാഹുലിന്റെ രോമത്തിൽ തൊടണമെങ്കിൽ ആദ്യം നിങ്ങൾ കുത്തി വീഴ്ത്തേണ്ടത് VK ശ്രീകണ്ഠനെയായിരിക്കും. VK ശ്രീകണ്ഠനെ കുത്തി വീഴ്ത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് രാഹുലിന്റെ രോമത്തിൽ തൊടാൻ കഴിയുകയുള്ളൂ. അതിന് മാപ്രകളാണെങ്കിലും ശരി, CJP കൂട്ടുകെട്ടാണെങ്കിലും ശരി, ആരൊക്കെയാണെങ്കിലും ശരി. രാഹുലിനെ നാളെ തൊടണമെങ്കിൽ നിങ്ങൾ ആദ്യം VK ശ്രീകണ്ഠനെ കുത്തി മലർത്തണം. എന്നിട്ട് നിങ്ങൾക്ക് രാഹുലിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുള്ളൂ. നിങ്ങൾ ആ കാര്യത്തിലൊന്നും ഒരു സംശയവും വേണ്ട. രാഹുൽ മാറി നിൽക്കണം പോലും. പോയിനടോ അവിടുന്ന് ചെല്ലക്കാണ്ട്. നിങ്ങൾ ആരാ ഇതൊക്കെ പറയാൻ? രാഹുലിനെതിരെ എന്താ ഒരു അയോഗ്യത? എന്താ അയോഗ്യത? നിങ്ങൾ നിർമ്മിതമായി പടച്ചുണ്ടാക്കിയ ഓഡിയോ ക്ലിപ്പുകളാണോ? ചെല്ലക്കാണ്ടും പോടാ അവിടുന്ന്. നിങ്ങളുടെ ഈ തിട്ടൂരങ്ങൾക്ക് വഴി നിൽക്കാൻ രാഹുലിനെ കിട്ടില്ല. അയാൾ തളർന്നു പോയത് നിങ്ങളുടെ വിചാരണകൾക്കോ നിങ്ങളുടെ വേട്ടകൾക്കോ മുന്നിലല്ല അയാൾ തളർന്നു പോയത്. അയാൾ തളർന്നു പോയ ഒരിടം എന്ന് പറയുന്നത് പാർട്ടി അയാൾക്കെതിരെ ഒരു അച്ചടക്ക നടപടി എടുത്തപ്പോഴാണ്. അതും ഒരു സസ്പെൻഷൻ. പാർട്ടി അങ്ങനെ ഒരു സസ്പെൻഷൻ എടുക്കാൻ കാരണം പാർട്ടി അയാൾക്കെതിരെ നടപടി എടുക്കാതെ അന്വേഷണം നടത്തിയല്ല. അപ്പൊ നിങ്ങൾ പറയും അയാളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്വേഷണം എന്ന പ്രഹസനം നടത്തുകയാണ് എന്ന്. പാർട്ടി അയാൾക്കെതിരെ നടപടി എടുത്തത് അയാൾക്കെതിരെ ലഭിച്ചിരിക്കുന്ന പരാതി മേൽ അന്വേഷണം നടത്താൻ വേണ്ടിയാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ പടിവാതിലുകൾ അയാൾക്ക് മുന്നിൽ കൊട്ടിയടച്ചിട്ടൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും കോൺഗ്രസിന്റെ പദവികളിലേക്ക്. ആ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്കൊരു തർക്കവും വേണ്ട. പിന്നെ നാളെ രാഹുൽ വരുമ്പോൾ രാഹുലിനെ അങ്ങ് തോണ്ടിക്കളയാൻ നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ മാത്രമാണ് എന്ന് പറയാം. എന്താ മാധ്യമങ്ങളുടെ ഒരു ധാർമ്മികത ഈ വിഷയത്തിൽ? ഈ വിഷയത്തിൽ അവർക്ക് ധാർമ്മികതയില്ല. അവർക്ക് ചില താല്പര്യങ്ങളാണ്, ചില ഇൻട്രസ്റ്റുകളാണ്, എക്സ്ട്രാ ഇൻട്രസ്റ്റുകളുണ്ട് മാധ്യമങ്ങൾക്ക് രാഹുൽ വിഷയത്തിൽ. രാഹുൽ രാജിവെക്കണമെന്ന് ഇവരുടെ അതിയായ ആഗ്രഹമായിരുന്നു, അത് നടന്നില്ല. രാഹുൽ നിയമസഭയിൽ എത്തരുതെന്ന് ഇവരുടെ അതിയായ ആഗ്രഹമായിരുന്നു, അത് നടന്നില്ല. രാഹുൽ പാലക്കാട്ടേക്ക് തിരിച്ചു വരരുത് എന്ന് ഇവരുടെ അതിയായ ആഗ്രഹമായിരുന്നു, അതും നടന്നില്ല. നാളെ രാവിലെ പാലക്കാട്ട് എത്തുകയാണ് രാഹുൽ മാങ്കൂട്ടം. ഈ ഇൻട്രസ്റ്റ് ഇവർ രാഹുലിന്റെ മാത്രത്തിലേ കാണിച്ചുള്ളൂ എന്നുള്ളതാണ്. മുകേഷിനെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങളും കേസും അറസ്റ്റ് വാറണ്ടും മുൻകൂർ ജാമ്യവും FIR-ഉം കോടതിയും ഒക്കെ കടന്നിട്ടും ഇവർ എന്തെങ്കിലും മുകേഷിനെ ഇവർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? മുകേഷിനെ ഇവരാരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇവർ പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ പ്രൈവറ്റ് സെക്രട്ടറി P ശശിയെ എന്തെങ്കിലും ഇവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? PK ശശിയോട് ഇവരാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്തിന്? നിങ്ങളുടെ മാപ്രകളുടെ ന്യൂസ് റൂമിൽ വെച്ചുകൊണ്ട് അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചപ്പോ ആ പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്കുമുണ്ടിയോ? ആ പെൺകുട്ടിക്ക് നിങ്ങൾ വാക്കുമുണ്ടി. എന്താ നിങ്ങൾ പറഞ്ഞു കൊടുത്തത്? ആ പെൺകുട്ടിക്ക് പോയി പരാതി കൊടുത്തിട്ട് നിങ്ങൾ ആ പെൺകുട്ടിക്ക് നീതി ലഭിക്കുവാനുള്ള നിയമസഹായങ്ങളല്ല നിങ്ങൾ ചെയ്തു കൊടുത്തത്. മറിച്ച് ആ പെൺകുട്ടിക്ക് നിങ്ങൾ ഉപദേശം നൽകി. എന്താ ഉപദേശം? ഇതൊന്നും പുറത്തു പറയരുത് കേട്ടോ, ഭാവിയെ ബാധിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവന്മാർ നൽകിയ ഉപദേശമാ. ആ പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണം, അക്രമം നേരിട്ടിട്ട് ആ പെൺകുട്ടിക്കെതിരെ അതിന്റെ അക്രമിക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? FIR ഉണ്ടോ? പരാതിയുണ്ടോ? എവിടെ പരാതി? അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ? എല്ലാം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാണല്ലോ നിങ്ങൾ ശ്രമിക്കുന്നത്. അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ? എവിടെയെങ്കിലും അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നോ? എന്ത് നടപടിയാണ് നിങ്ങൾ എടുത്തത്? എന്ത് നടപടിയാണ് എടുത്തത്? അപ്പോൾ മിണ്ടിപ്പോകരുത് മാപ്രകളെ, കൂട്ടിക്കൊടുപ്പുകാരെ. നിങ്ങളാണ് ഈ സമൂഹത്തിൽ അനാവശ്യമായ ചർച്ചകളും അനാവശ്യമായ കോലാഹലങ്ങളും ഉണ്ടാക്കിയെടുത്ത് മനുഷ്യരെ തേജോവധം ചെയ്യുകയും വ്യക്തിഹത്യ ചെയ്യുകയും നടത്തുന്നത്. ഇത് മാധ്യമ പ്രവർത്തനമല്ല. ഇതൊരിക്കലും മാധ്യമ പ്രവർത്തനമാവില്ല. നിങ്ങൾക്ക് എന്താ രാഹുൽ വരരുതെന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താ ഈ കാര്യത്തിൽ? നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നിങ്ങൾ രാഹുലിന്റെ തന്തയാവല്ല കേട്ടോ. രാഹുലിനെ ഉണ്ടാക്കിയവരാവല്ലേ നിങ്ങൾ. രാഹുൽ നാളെ പാലക്കാടിന്റെ മണ്ണിൽ വരും. തടയാൻ കഴിയുന്നവർ തടഞ്ഞോ? അതിനു മുമ്പ് നിങ്ങൾ പലരെയും തടയേണ്ടി വരും, പലരെയും കായികപരമായിട്ട് നേരിടേണ്ടി വരും. എന്നാലേ നിങ്ങൾക്ക് രാഹുലിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ള ഒരു ബോധം, ആ ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും, അത് മാധ്യമങ്ങൾക്കാണെങ്കിലും ശരി, അതല്ല മറ്റാർക്കാണെങ്കിലും ശരി, രാഹുലിനെ അങ്ങ് ചൂണ്ടിക്കളയാന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ മാത്രമാണ്. ഒരിക്കലും പൂവണിയാൻ പോകുന്നില്ലാത്ത സ്വപ്നം.
അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. നാളെ ചില സർപ്രൈസുകൾ കൂടി രാഹുലിന് വേണ്ടി ഒരുക്കി വെക്കുന്നുണ്ട് പാലക്കാട്ടിന്റെ മണ്ണിൽ. അത് പാലക്കാട്ടിന്റെ കോൺഗ്രസിന്റെ പ്രവർത്തകർ, പാലക്കാട്ട് രാഹുലിന് വേണ്ടി വോട്ട് ചെയ്തവർ, രാഹുൽ പാലക്കാട് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന പാലക്കാടിന്റെ മക്കൾ ചില സർപ്രൈസുകൾ രാഹുലിന് ഒരുക്കി വെക്കുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെങ്കിൽ, നിങ്ങളെ കൊണ്ട് തടയാൻ കഴിയുമെങ്കിൽ നിങ്ങൾ തടയൂ. തടഞ്ഞൊന്ന് കാണിക്കും നിങ്ങൾ. നമ്മൾക്ക് നോക്കാല്ലേ എന്ത് കഴിയുമെന്ന്. ഞാൻ പറഞ്ഞില്ലേ, മുന്നിൽ ശ്രീകണ്ഠൻ ഉണ്ടാവും. മറ്റൊരു സർപ്രൈസ് കൂടി നാളെ പാലക്കാട്ടേക്ക് എത്തുന്നുണ്ട്. അതൊരു സർപ്രൈസാണ്. അപ്പോൾ മുന്നിൽ ശ്രീകണ്ഠൻ ഉണ്ടാവും. അതുപോലെ സുരക്ഷയൊരുക്കാനും കവചമൊരുക്കാനും വേണ്ട ആളുകൾ രാഹുലിനൊപ്പം നാളെ ഉണ്ടാവും. നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും തടയാൻ കഴിയുമെങ്കിൽ തടഞ്ഞോ. ഇതാണ് കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിച്ച മറുപടി. അതാണ് ശ്രീകണ്ഠൻ നൽകിയത്. വളരെ കൃത്യമായ മറുപടികൾ, എല്ലാത്തിൻ്റെയും മണ്ണാക്കിൽ അടിച്ചു കൊടുത്തുള്ള മറുപടികൾ, വളരെ കൃത്യം. ഇത് പാലക്കാട്ടിന്റെ മക്കളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും കോൺഗ്രസിന്റെ പ്രവർത്തകരും സാധാരണ പ്രവർത്തകരും കോൺഗ്രസിന്റെ കൊടിയേന്തുന്ന ഓരോരുത്തരും ആഗ്രഹിച്ചതാണിത്. അത്തരത്തിൽ നിങ്ങളാണ് ശ്രീകണ്ഠൻ, നിങ്ങൾ മുത്താണ്. നിങ്ങളുടെ ആ നിലപാടിനൊപ്പം തന്നെയാണ്. അല്ലാണ്ട് മറ്റൊന്നിലേക്കും നമ്മൾ ഇപ്പൊ സംസാരത്തെ വഴിമാറ്റുന്നില്ല. പല കാര്യങ്ങളും പറയാനുണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ മുത്താണ്. നിലപാട് എന്നുള്ളത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാട്ടോ, പല കാര്യങ്ങളും പറയാനുണ്ട് എന്നുള്ളത്. രാഹുൽ നാളെ പാലക്കാട്ടെത്തും. അവിടെ രാഹുലിനെ കാത്തു നിൽക്കാൻ വിധിക്കപ്പെട്ടവരാണ് മാപ്രകളെ നിങ്ങൾ.